നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. ഗോതമ്പ് റവ അല്ല, ഗോതമ്പ് നുറുക്ക് തന്നെയാണ്. ഒരു ഗോതമ്പിനെ ഒരു പകുതിയോളം ആക്കിയിട്ടുള്ള അത്രയും വലുപ്പത്തിലുള്ള നുറുക്ക് വെച്ചിട്ടാണ് ഉപ്മാവ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. 1.5 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി വലിപ്പമുള്ള ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. പണ്ട് കാലങ്ങളിൽ റേഷൻ കടയിൽ നിന്നെല്ലാം കിട്ടിയിരുന്ന അതേ ഒരു കളറിലുള്ളതാണിത്. ഇതിൻ്റെ പല കളറും വരുന്നുണ്ട്. ക്രീം വരുന്നുണ്ട്, ഒരു ഇച്ചിരി യെല്ലോ വരുന്നുണ്ട്, പല കളറിലും വരുന്നുണ്ട്, പല വലിപ്പത്തിലും വരുന്നുണ്ട്. ഇത് റവ അല്ല, ഇത് നുറുക്ക് തന്നെയാണ്. ഇതിനെ ഞാൻ നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 10-20 മിനിറ്റോളം വെച്ചാൽ മതിയാകും. നല്ല പോലെ ഒന്ന് കുതിർന്ന് വരും. ഇതൊരു 20 മിനിറ്റോളമായി ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. കാലത്ത് നീറ്റ പാടന്നെ ഇതെല്ലാം ഒന്ന് കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇവിടെ ആദ്യം വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണ്ടെങ്കിൽ കടല വേണമെങ്കിൽ കടല വറുത്തെടുക്കാം. എന്ത് വേണമെങ്കിലും നട്ട്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ കടുകിട്ട് പൊട്ടിക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പാണ് ഞാനവിടെ ഗോതമ്പ് എടുത്തിട്ടുള്ളത്. 2 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുതിർത്തെടുത്തത് കൊണ്ട് തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഗോതമ്പ് നുറുക്കും കൂടി ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം അടച്ചു വെച്ച് വേണം വേവിക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് റെഡിയായി വരുന്നുണ്ട്. ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി തുറന്ന് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി കിട്ടും. അത് വെള്ളം എല്ലാം വറ്റി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് വേവ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. വേവ് കുറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോഴത്തേന് ഒത്തിരി അങ്ങോട്ട് ഹാർഡായി പോവും. വേവ് കുറച്ച് കൂടി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. തണുത്ത് കഴിയുമ്പോഴത്തേന് നല്ലപോലെ റെഡിയായി കിട്ടും. ഇപ്പോൾ വെന്ത് വന്നതിനെ പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. തേങ്ങ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ബീൻസ് വേണമെങ്കിൽ ബീൻസ് ഇട്ട് കൊടുക്കാം. എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നട്ട്സ് വേണമെങ്കിലും എല്ലാം ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഉപ്മാവാണ്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം.